Hi all, today we are starting with Module 1 Transmembrane Transport Mechanism. നമുക്കറിയാം our body is made up of cell. ഒരു സെല്ലിന് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. സെല്ലിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കവേർഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനൊക്കെ പാസ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒരു സാധനത്തിന് സെല്ലിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനും പുറത്തേക്ക് കടക്കാനും. സോ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സെല്ലിന്റെ അകത്തേക്കും എടുക്കണം, പുറത്തേക്കും കളയണം. അതിനെയാണ് ഇപ്പോൾ മെംബ്രെയിനിൽ കൂടി ട്രാൻസ്പോർട്ട് നടക്കണം. അതിനെയാണ് ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറാണ്. സോ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്ന്, ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്തൊക്കെ മെത്തേഡ്സ് വഴിയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിന്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ആ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് എ ലിവിംഗ് മെംബ്രെയിൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ ഓർ പ്ലാസ്മ ലെമ്മ. സോ ആ ലിവിങ് സെല്ലിന്റെ പുറത്തുള്ള ലിവിങ് മെംബ്രെയിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് പ്ലാസ്മ ലെമ്മ. ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇലാസ്റ്റിക്, പോറസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ. ഇലാസ്റ്റിക് മീൻസ് സ്റ്റിഫ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഇലാസ്റ്റിക് ആയിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുന്നത്. ഫ്ലൂയിഡ് നേച്ചർ എന്ന് പറയും, സെമി ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിലാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുന്നത്. ദെൻ അതിൽ കുറെ ലിപ്പിഡ്സും പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ദെൻ പോറസ് ആണ്. പോറസ് ആയിട്ട് ഇത് ഒരുപാട് പോഴ്സ് ഉണ്ടാകും, ഓപ്പണിങ്സ് ഉണ്ടാകും. അതിലൂടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ സെല്ലിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്റ്റീവ്ലി പെർമിയബിൾ മീൻസ് സെലക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ നമ്മുടെ സെല്ലിന്റെ അകത്തേക്ക് അവർ പ്രവേശിപ്പിക്കുള്ളൂ. കാരണം എല്ലാ സാധനങ്ങളെയും ഒരുപാട് കടത്തിവിടാൻ പറ്റില്ല നമ്മുടെ സെല്ലിന്. നമുക്ക് സെല്ലിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സെല്ലിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിന് പറ്റില്ല. കാരണം ഇത്ര ഇപ്പോൾ സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും ഇത്ര അളവിൽ വേണം എന്നൊക്കെ ഉണ്ട് സെല്ലിൽ. സോ സെലക്റ്റീവ്ലി പെർമിയബിൾ, സെലക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെല്ല് അകത്തേക്ക് കടത്തി വിടുള്ളൂ. സോ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. ഇനി പ്ലാസ്മ മെംബ്രെയിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ ആണ്. പ്ലാസ്മ മെംബ്രെയിനിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ലിപ്പിഡ്സും പ്രോട്ടീൻസും ചേർന്നിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ നോൺ അക്വസ് ആയിട്ടുള്ള ഇന്നർ കോർ ഫോം ചെയ്തേക്കുന്നത്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഈ കാർബോഹൈഡ്രേറ്റ്സ് എപ്പോഴും ലിപ്പിഡ്സും പ്രോട്ടീൻസും ആയിട്ട് ഒരുമിച്ചാണ് കാണുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ലിപ്പിഡ്സ് ആയിട്ട് ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ അതിനെ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്നും, പ്രോട്ടീൻസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നതെങ്കിൽ അതിന് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നും പറയും. അതിന്റെ പിക്ചർ നെക്സ്റ്റ് ഇനി വരുമ്പോൾ കാണിച്ചു തരാം. ദെൻ അടുത്ത കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് വാട്ടർ. വാട്ടർ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ബൗണ്ടറിയിലും ഇന്നർ ബൗണ്ടറിയിലും കാണും. അപ്പോൾ വാട്ടർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പെരിഫറൽ അക്വസ് ഫേസ് ഫോം ചെയ്യുന്നത്. ഇന്നർ കോർ ഫോം ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും ആണ്. അത് നോൺ അക്വസ് ആണ്. പെരിഫറൽ അക്വസ് ഫേസ് ആണ് ഫോംഡ് ഓഫ് വാട്ടർ. ദെൻ മോളിക്കുലർ ഓർഗനൈസേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. PM എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. ദെൻ ഇനീഷ്യലി പറഞ്ഞിരുന്നത് പ്ലാസ്മ മെംബ്രെയിനിന് 2 ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് അവരുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. ഒന്ന് ലാമെല്ലാർ ഹൈപ്പോത്തിസിസും ദെൻ മിസെല്ലാർ ഹൈപ്പോത്തിസിസും. ലാമെല്ലാർ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് ഒരു ലാമെല്ലാർ ഓർഗനൈസേഷനിലാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത് എന്നാണ്. ദാറ്റ് ഈസ് മെംബ്രെയിൻ ഈസ് ഫോംഡ് ഓഫ് മോളിക്കുലർ ലാമിനേഷൻസ്. ഒരുപാട് മോളിക്യൂൾസിന്റെ ലെയർ ആയിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നതെന്നാണ് ലാമെല്ലാർ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. ദെൻ മിസെല്ലാർ ഹൈപ്പോത്തിസിസ് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഫോംഡ് ഓഫ് ഗ്ലോബുലാർ സബ് യൂണിറ്റ്സ്. ഒരുപാട് ഗ്ലോബുലാർ ആയിട്ടുള്ള സബ് യൂണിറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് മിസെല്ലാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്.
Then Gotter and Grendel, രണ്ട് സയന്റിസ്റ്റ് ആണ്. അവർ പറയുന്നത് ലിപ്പിഡ് ബൈലെയർ മോഡലാണ്. അതായത് ലിപ്പിഡ്സിന്റെ ഒരു ലെയറും വേറൊരു ലെയറും, രണ്ട് ലെയർ ഓഫ് ലിപ്പിഡ്സ് ചേർന്നിട്ടാണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഓർഗനൈസേഷൻ. ദെൻ ട്രൈലാമിനാർ മോഡൽ ഓഫ് ഡാനിയലി ആൻഡ് ഗെൽസർ. അവർ പറയുന്നത് ട്രൈലാമിനാർ മോഡലാണ്, 3 ലെയേഴ്സ് കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കുന്നതാണ്. ദെൻ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ ഓഫ് റോബർട്ട്സൺ. ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മോളിക്കുലർ ഓർഗനൈസേഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. അത് കണ്ടുപിടിച്ചിരിക്കുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ. സോ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കണ്ടുപിടിച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഇൻ 1972. ഇവർ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് 2-dimensional quasi-fluid solution of organized lipids and globular proteins. ഒരുപാട് ലിപ്പിഡ്സും ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെമി ഫ്ലൂയിഡ് നേച്ചറിലുള്ള 2-dimensional ഓർഗനൈസേഷൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് നിക്കോൾസൺ ആൻഡ് സിംഗർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ ഒരു മോഡലിന്റെ ഒരു ബേസിക് രൂപം. നമുക്കറിയാം ഒരു സെല്ലിന്റെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ അതിനൊരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെല്ലിന്റെ പുറത്തുള്ള ഭാഗം ഉണ്ടാവും, സെല്ലിന്റെ അകത്തുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗം ഉണ്ടാവും. സോ 2 ലെയർ ഓഫ് ലിപ്പിഡ്സ്, അതാണ് ഒരു റൗണ്ട്, ദെൻ താഴേക്ക് 2 ടെയിൽ പോലെ. ആ മുകളിൽ കാണുന്നതാണ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഹെഡ്. സോ ഒരു ലിപ്പിഡ് ബൈലെയറിന്റെ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള, ഹൈഡ്രോഫിലിക് മീൻസ് വാട്ടർ ലവിങ് ഫോസ്ഫേറ്റ് ഹെഡും, ദെൻ ടെയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയിരിക്കും, ദാറ്റ് ഈസ് വാട്ടർ ഹീറ്റിംഗ്, ഹൈഡ്രോഫോബിക് ഫാറ്റി ആസിഡ് ടെയിൽ. സോ ഒരു ലിപ്പിഡ് ബൈലെയറിന്റെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്നാ നമ്മൾ പറയാം. ആ പേരിൽ തന്നെയുണ്ട് ഹെഡ് ഫോസ്ഫേറ്റ് കൊണ്ടും ടെയില് ഫാറ്റി ആസിഡ് കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക്കും ടെയില് ഹൈഡ്രോഫോബിക്കും ആയിരിക്കും. ഇങ്ങനെയുള്ള ഫോസ്ഫോലിപ്പിഡ്സ് 2 ലെയറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പറയുന്നത്. ദെൻ ഫ്ലൂയിഡ് മൊസൈക് മോഡലിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എക്സിസ്റ്റ് ഇൻ എ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് with mosaic molecular arrangement and free molecular movement. ഈ പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു സെമി ലിക്വിഡ് ആയിട്ടുള്ളൊരു നേച്ചറിലാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണാം. ദെൻ ഫ്ലൂയിഡ് മൊസൈക് മോഡലിൽ അത് തന്നെയാണ് പറയുന്നത്, ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലാണ് വിത്ത് മൊസൈക് മോളിക്കുലർ അറേഞ്ച്മെന്റ്. അതായത് ഒരു കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ല. മൊസൈക് മോളിക്കുലർ അറേഞ്ച്മെന്റ് മീൻസ് ഒരു മൊസൈക് ഫോമിലായിരിക്കും. ദാറ്റ് മീൻസ് പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത് തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മൊസൈക് മോഡലിന്റെ അറേഞ്ച്മെന്റ് പറയുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും, ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാവും. സോ ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഫോമിൽ ഇരുന്നാൽ മാത്രമേ ഈ പ്രോട്ടീൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്റ്റിഫായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് ഇമ്പോസിബിൾ ആണ്. സോ ലിക്വിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ molecules move ചെയ്യുള്ളൂ. Then fluidity of the membrane is directly proportional to chain length and unsaturation of its fatty acids. നമ്മൾ പറഞ്ഞു ഒരു ഫോസ്ഫേറ്റ് ഹെഡും ടെയിൽ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡുമാണ്. ഈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പല ഫാറ്റി ആസിഡ്സ് ഉണ്ടാകും. ഫാറ്റി ആസിഡ്സ് സ്ട്രക്ചർ ഉണ്ടാകും. ഈ സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ്സ് ാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ഈ മെംബ്രെയിന്റെ സ്ട്രക്ചറിൽ ഈ ടെയിലില് എത്രത്തോളം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ടോ, ദെൻ ഫാറ്റി ആസിഡിന്റെ ലെങ്ത് ചില ഫാറ്റി ആസിഡ്സ് വലുതായിരിക്കും, ചില ഫാറ്റി ആസിഡ്സ് ചെറുതായിരിക്കും. സോ ആ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ആ ഫാറ്റി ആസിഡ് ചെയിനിൽ എത്ര ഡബിൾ ബോണ്ട് ഉണ്ടോ, ഇപ്പൊ 2 ഡബിൾ ബോണ്ട് ഉള്ളതുണ്ടാവും, 3 ഡബിൾ ബോണ്ട് ഉണ്ടാവും, ആ ഡബിൾ ബോണ്ടിന്റെ എണ്ണം, ദെൻ ആ ഫാറ്റി ആസിഡ് ചെയിനിന്റെ ലെങ്ത്, that is proportional to fluidity of the membrane. ഇപ്പോൾ ഡബിൾ ബോണ്ട് കൂടുതലുള്ള ഫാറ്റി ആസിഡ് ആണെങ്കിൽ ആ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും.
ദെൻ അതായത് അൺസാച്ചുറേഷൻ കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. ആ ഫാറ്റി ആസിഡിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂയിഡിറ്റി കൂടാന്ന് മീൻസ് ആ ഒരു മോളിക്യൂൾസിനൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കും ഫ്ലൂയിഡിറ്റി കൂടുമ്പോൾ. ദെൻ മെംബ്രെയിന്റെ മേജർ കമ്പോണൻസ് ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ വഴിയായിട്ടാണ് മെംബ്രെയിന്റെ മെയിൻ കമ്പോണൻസ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ മെംബ്രെയിനിൽ ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ലിപ്പിഡ്സ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് വീക്ക് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ വഴിയായിട്ടാണ്. ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ മീൻസ് അയണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഒക്കെയാണ്. സോ ലിപ്പിഡ്സ് തമ്മിലും ലിപ്പിഡ്സും പ്രോട്ടീൻസും ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വീക്ക് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻസ് വഴിയായിട്ടാണ്. The next is membrane lipids and proteins undergo free lateral diffusion. നമ്മൾ സ്ട്രക്ചർ കണ്ടു, ഇതാണ് ഒരു ലിപ്പിഡ് ബൈലെയർ. സോ ഇതില് ഫസ്റ്റ് പിക്ചറിൽ കണ്ടോ തേർഡ് ആയിട്ടിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ നടന്നിട്ട് ലാറ്ററൽ ഡിഫ്യൂഷൻ നടന്നിട്ട് ഇപ്പുറത്തെ പിക്ചറിൽ ഫോർത്ത് പൊസിഷനിലേക്ക് വന്നേക്കാണ്. സോ മെംബ്രെയിൻ ഫ്ലൂയിഡ് ആണെന്ന് പറയുമ്പോൾ ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് മൂവ്മെന്റ് പോസിബിൾ ആണ്. സോ ലാറ്ററലി മൂവ് ചെയ്യണേനെയാണ് ലാറ്ററൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ മെംബ്രെയിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഫോസ്ഫോലിപ്പിഡിന് ലാറ്ററലി മൂവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോ സെയിം സൈഡിൽ തന്നെ ആ മുകളിലത്തെ ലെയറിലാണ് മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. അതേപോലെ മുകളിലത്തെ ലെയറിൽ നിന്ന് താഴത്തെ ലെയറിലേക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ്. പക്ഷെ ഇത്രയും ലാറ്ററൽ ഡിഫ്യൂഷൻ നടക്കണ അത്രയും റേറ്റിൽ നടക്കില്ല. ഇതാണ് ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ. കണ്ടോ, ഇത് മുകളിലിരുന്ന ഫോസ്ഫോലിപ്പിഡ് താഴത്തേക്ക് മൂവ് ചെയ്തേക്കാണ്. ഈ ഫസ്റ്റ് പിക്ചറിൽ മുകളിൽ കണ്ട ഫോസ്ഫോലിപ്പിഡ് താഴത്തെ ലെയറിലേക്ക് മൂവ് ചെയ്തേക്കാണ്. ഈ ഒരു മൂവ്മെന്റ് ഭയങ്കര സ്ലോ ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. ലാറ്ററൽ ഡിഫ്യൂഷൻ നടക്കണ അത്രയും സ്പീഡിൽ ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ നടക്കില്ല. അതെ, കുറവായിരിക്കും ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റ്. സോ മെംബ്രെയിൻ ലിപ്പിഡ്സും പ്രോട്ടീൻസും ലാറ്ററൽ ഡിഫ്യൂഷൻ നടക്കും. വെർട്ടിക്കൽ ഡിഫ്യൂഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ തന്നെ. ട്രാൻസ്വേഴ്സ് ഡിഫ്യൂഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സ് ബൈ ലെയറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഈ ബൈ ലെയർ ആണ് അവർക്കൊരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നതും ഒരു പെർമിയബിലിറ്റി ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും. ദെൻ ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീന് ഒരു സോൾവെന്റ് ആയിട്ടും ഇവർ ആക്ട് ചെയ്യും. ഇന്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ എന്താണെന്ന് നമുക്ക് പറയാം. ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ അകത്ത് ഇങ്ങനെ ഫുള്ളി സ്പാൻ ചെയ്തിട്ട് പ്രോട്ടീൻസ് കാണാം. ആ പ്രോട്ടീൻസിനൊക്കെ മൂവ് ചെയ്യാനായിട്ടൊരു സോൾവെന്റ് ആയിട്ടും ഈ ഒരു ബൈലെയർ ആക്ട് ചെയ്യും. Then membrane lipids interact with the protein for stabilization. Lipids proteins ആയിട്ട് interact ചെയ്ത് കാണും. കാരണം സ്റ്റേബിൾ ആയിരിക്കണം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, റപ്ചർ ചെയ്ത് പോകാൻ പാടില്ല. സോ കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ ആയിട്ട് ലിപ്പിഡ്സ് പ്രോട്ടീൻസ് ആയിട്ട് interact ചെയ്തിട്ടായിരിക്കും കാണുക. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ of plasma membrane. Further explanation of fluid mosaic model അടുത്ത വീഡിയോയിൽ പറയാം.